طلابي وطالباتي، السلام عليكم ورحمة الله. حياكم الله وبياكم. مرحبا بكم جميعا إلى عالم الأدب العربي في العصر الإسلامي. ഈ ഒരു ഭാഗത്ത് ഇസ്ലാമിക കാലഘട്ടത്തിലെ അറബി സാഹിത്യത്തെക്കുറിച്ച് പറയുമ്പോൾ 4 ഖലീഫമാരെ കുറിച്ചാണ് ആദ്യമായിട്ട് വായിക്കുന്നത്. നമുക്കറിയാം, ഈ കാലഘട്ടം അസ്ർ സദുരിൽ ഇസ്ലാം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. യംതദ് മിൻ ഹിജ്റത്തിർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ നിഹായത്തിൽ ഖിലാഫത്തിർ റാഷിദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിലേക്കുള്ള പലായനം മുതൽ 4 ഖലീഫമാർ ഉൾക്കൊള്ളുന്ന കാലം, ഇതാണ് സദുറുൽ ഇസ്ലാം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഏറ്റവും മഹാത്മാക്കളായ അല്ലെങ്കിൽ വിഖ്യാതരായ 4 ഖലീഫമാർ. അതിലൊന്നാമത്തേത് അബൂബക്കർ അസ്-സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നമുക്കറിയാവുന്നത് പോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉറ്റ സുഹൃത്തായിരുന്ന അവ്വലു അൽ ഖുലഫ റാഷിദീൻ അബൂബക്കർ അബ്ദുള്ള ബിൻ അബി ഖുഹാഫ അൽ ഖുറഷി. അദ്ദേഹത്തിന്റെ മുഴുവൻ പേരാണ് അബൂബക്കർ അബ്ദുള്ള ബിൻ അബി ഖുഹാഫ. ഖുറൈഷ് ഗോത്രക്കാരനാണ്. അവ്വലു അൽ ഖുലഫ റാഷിദീൻ, 4 ഖലീഫമാരിൽ ആദ്യത്തെ ആളാണ്. കാന ഇസ്മുഹു ഫിൽ ജാഹിലിയ്യ അബ്ദുൽ കഅബ വലുഖിബ ബിൽ അതീഖ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ജാഹിലി കാലഘട്ടത്തിലെ പേര് അബ്ദുൽ കഅബ എന്നായിരുന്നു. അദ്ദേഹത്തെ അതീഖ് എന്ന് പേര് വിളിച്ചിരുന്നു ജാഹിലി കാലഘട്ടത്തിൽ. ولد بمكة سنة 573 മീലാദി. 573 അതിലാണ് അദ്ദേഹം മക്കയിൽ ജനിക്കുന്നത്. കാന സാഹിബുർ റസൂൽ മുൻദു സബാഹ് വറഫീഖുഹു ഫിൽ ഹിജ്റ ഇലൽ മദീന. അറിയാവുന്നത് പോലെ ചെറുപ്പം മുതൽ റസൂലുള്ളാഹിന്റെ സാഹിബ് എന്നാൽ കൂടെ ഉണ്ടാവുന്ന ആൾക്കാണ് നമ്മൾ സാഹിബ് എന്ന് പറയാം. കൂട്ടുകാരൻ എന്നതിലുപരി സാഹിബാണ്. അതുപോലെ മദീനയിലേക്കുള്ള പലായനത്തിലെ സതീർത്ഥ്യനുമാണ്. ലുഖിബ ബിസിദ്ദീഖ് ലികത്റത്തി തസ്ദീഖ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂടുതലായി വിശ്വസിച്ചത് കാരണമാണ് അദ്ദേഹത്തെ സിദ്ദീഖ് എന്ന് വിളിക്കപ്പെട്ടത്. ഷഹിദ മഅ റസൂൽ ഫി കുല്ലി ഗസ്വ. നബിയോടൊപ്പം എല്ലാ യുദ്ധങ്ങളിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. തവല്ല അൽ ഖിലാഫ ഫി സന അൽ 11 ലിൽ ഹിജ്റ. توفي في 13 ഹിജ്റ. عمره 63 بعد خلافته 2 و3 أشهر. 3 കാര്യങ്ങളാണ്. ഒന്നാമതായിട്ട് ഹിജ്റ 11 വർഷം അദ്ദേഹം ഖലീഫയായിട്ട് ഭരണം ഏറ്റെടുത്തു. ഹിജ്റ 13 വർഷം മരണപ്പെട്ടു. അദ്ദേഹത്തിന് അന്ന് 63 വയസ്സായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും 63 വയസ്സിലാണ് മരിക്കുന്നത്. അവരിരുവരും തമ്മിൽ 2 വയസ്സായിരുന്നു വ്യത്യാസം. അബൂബക്കർ റളിയല്ലാഹു അൻഹു 2 വർഷവും 3 മാസവുമാണ് ഖലീഫയായിട്ടുണ്ടായിരുന്നത്. സനത്തൈൻ വസലാസത്തു അഷ്ഹുർ. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ചെറിയ വാക്കാണ് അല്ലെങ്കിൽ പ്രസംഗമാണ്. അത് കഴിഞ്ഞ HSA പരീക്ഷയിൽ 2021 നോട്ടിഫിക്കേഷൻ വന്ന HSA പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. അയ്യുഹന്നാസ്, ജനങ്ങളെ, ഫഇന്നി ഖദ് വല്ലൈതു അലൈക്കും, ഞാൻ നിങ്ങളിൽ ഉത്തരവാദിത്തം ഏറ്റവനാണ്. വലസ്തു ബിഖൈരിക്കും, നിങ്ങളെക്കാൾ ഉത്തമനൊന്നുമല്ല. അല്ലാഹു ഫീക്കും ഖവിയ്യുൻ ഇൻദി, നിങ്ങളിൽ ദുർബലൻ എന്നിൽ ശക്തനാണ്. ഹത്ത അരിഹ അലൈഹി ഹഖഹു ഇൻഷാ അല്ലാഹ്, അവന്റെ ഹക്ക് അവന് നൽകുന്നത് വരെ അവനായിരിക്കും ശക്തൻ. വൽ ഖവിയ്യു ഫീക്കും ദഈഫ് ഹത്ത ആഖുദൽ ഹഖ മിൻഹു, നിങ്ങളിൽ ഖവിയായ ശക്തിയുള്ള ആള് എന്നിൽ ദുർബലനാണ്, അവനിൽ നിന്നും ഹക്ക് എടുക്കുന്നത് വരെ ഇൻഷാ അല്ലാഹ്. ഈ വാക്ക് കൊടുത്തിട്ട് ഇതാര് പറഞ്ഞു, അല്ലെങ്കിൽ ആരുടെ വാക്കുകളാണ് എന്ന രൂപത്തിലൊക്കെ ചോദിക്കാവുന്നതാണ്. ഹാദാ ഖൗൽ മഷ്ഹൂർ മിൻ ഖുത്ബത്തി ബഅദമാ തവല്ല അൽ ഖിലാഫ്. ഭരണം ഏറ്റെടുത്തതിന് ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കുകളാണിത്. അടുത്തതായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഹുവ അബൂ ഹഫ്സ് ഉമർ ഇബ്നുൽ ഖത്താബ് അൽ അദവി അൽ ഖുറശി അൽ മുലഖബ് ബിൽ ഫാറൂഖ്. അദ്ദേഹത്തിന്റെ 3 കാര്യങ്ങൾ. ഒന്ന് കുഞ്ഞത്ത്, ഓമനപ്പേര് അബൂ ഹഫ്സ് എന്നാണ്. മുഴുവൻ പേര് ഉമർ ഇബ്നുൽ ഖത്താബ് അൽ അദവി അൽ ഖുറശി. അദ്ദേഹത്തിന്റെ ലഖബ് ഫാറൂഖ്, സത്യവും അസത്യവും വേർതിരിക്കുന്നവൻ.
അതിന്റെ ചരിത്ര പശ്ചാത്തലമൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. യുക്കന്ന ബി അബി ഹഫ്സ്, കുഞ്ഞത്തായിട്ട് അബു ഹഫ്സ് എന്നാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിരുന്നത്. യാ അബാ ഹഫ്സ് എന്നാണ് ആളുകളൊക്കെ വിളിക്കുക. ഇസ്തഅമൽ അബു ഹഫ്സ് കുഞ്ഞത്തലിൽ അസദ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അബു ഹഫ്സ് എന്ന് അസദിന്, സിംഹത്തെയും നമ്മൾ അങ്ങനെ വിളിക്കാറുണ്ട് എന്നതാണ്. തവല്ല അൽ ഖിലാഫ സന 634 മിലാദി. 634 മീലാദിയിലാണ്, ക്രിസ്തുവർഷം 634-ലാണ് അദ്ദേഹം ഭരണമേറ്റെടുക്കുന്നത്. വസ്തമറ ബിഅശ്രി സനവാത്തിൻ ഫിൽ ഖിലാഫ. അദ്ദേഹം ഭരണത്തിൽ 10 വർഷങ്ങൾ തുടർച്ചയായി ഭരണം നടത്തിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞു അബൂബക്കർ റളിയല്ലാഹു അൻഹു 2 വർഷവും 3 മാസവുമാണ്. ഉമർ റളിയല്ലാഹു അൻഹു 10 വർഷം ഭരണം ഏറ്റെടുത്തിട്ടുണ്ട്. വഅവ്വലു മൻ ലുഖിബ ബി അമീരിൽ മുഅ്മിനീൻ വഅവ്വലു മൻ ദവ്വന ദവാവീൻ ഫിൽ ഇസ്ലാം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പഠിക്കുമ്പോൾ 2 കാര്യങ്ങളാണ്. ഒന്ന്, ആദ്യമായിട്ട് അമീറുൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ നേതാവ് എന്ന് വിളിച്ചത് ഉമർ റളിയല്ലാഹു അൻഹുവിനെയായിരുന്നു. രണ്ടാമത്തെ കാര്യം, ആദ്യമായിട്ട് ഓഫീസ് സംവിധാനം ഇസ്ലാമിക ഭരണകൂടത്തിൽ കൊണ്ടുവന്നത് ഉമർ റളിയല്ലാഹു അൻഹു. അവ്വലു മൻ ദവ്വന ദവാവീൻ ഫിൽ ഇസ്ലാം ഹുവല്ലദി അദ്ഖല അൽ ഖുദ്സ് ഹത്താ ഹക്കമൽ മുസ്ലിമൂൻ ലിഅബ്ദി മറ ഖുതില ബിയദി അബി ലുഅ്ലുഅൽ മജൂസി ഫി സന 23 ഹിജ്രി. ഒന്നാമത്തെ കാര്യം, ആദ്യമായിട്ട് മുസ്ലിങ്ങളുടെ ഭരണത്തിന് കീഴിൽ ഖുദ്സ് വന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റൊന്ന്, ഹിജ്റ 23-ന് അബൂ ലുഅ്ലുഅത്തുൽ മജൂസി എന്ന ഈ ആരാധകനായിരുന്ന ഒരാള് മുഖേനയാണ് ഉമർ റളിയല്ലാഹു അൻഹു കൊല ചെയ്യപ്പെടുന്നത്. അടുത്ത ആളാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ലുഖിബ ബിദിന്നൂറൈൻ ലിഅന്നഹു തസവ്വജ ഇബ്നതൈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റുഖയ്യ വ ഉമ്മ കുൽഥൂം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അറിയപ്പെടുന്നത് ഇരട്ട വെളിച്ചത്തിന്റെ ഉടമ ദിന്നൂറൈൻ എന്ന പേരിലാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 മക്കളെ, റുഖിയ്യയും ഉമ്മു കുൽഥൂമിനെയും അവർ വിവാഹം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇരട്ട വെളിച്ചത്തിന്റെ ഉടമ ദിന്നൂറൈൻ എന്ന് വിളിക്കപ്പെടുന്നുണ്ട്. ഇത് വളരെ പ്രസക്തമായ ഒരു വാക്കാണ്, ചോദിക്കാവുന്നതാണ്. തവല്ല അൽ ഖിലാഫ സന 23 ഹിജ്രി. ഹിജ്റ 23-ലാണ് അദ്ദേഹം ഭരണം ഏറ്റെടുക്കുന്നത്. ഇസ്തമറത്ത് ഖിലാഫത്തുഹു നഹവ 12 സന. 12 വർഷം അദ്ദേഹം ഭരണം നടത്തി. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു 2 വർഷം 3 മാസം, ഉമർ റളിയല്ലാഹു അൻഹു 10 വർഷം, ഉസ്മാൻ റളിയല്ലാഹു അൻഹു 12 വർഷം ഭരണം നടത്തി. അടുത്ത ആളാണ് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. كان أحد كتاب الوحي تولى الخلافة سنة 35 ഹിജ്രി. ഒരു പ്രധാനപ്പെട്ട കാര്യം, അലി റളിയല്ലാഹു അൻഹു വഹീന്റെ എഴുത്തുകാരിൽപ്പെട്ട ആളുകളിൽ ഉൾപ്പെട്ട ആളാണ്. മറ്റൊന്ന്, ഹിജ്റ 35-ല് ഭരണം ഏറ്റെടുത്തു, ഖിലാഫത്ത് ഏറ്റെടുത്തു. അദ്ദേഹം 5 വർഷവും 3 മാസവുമാണ് ഭരണത്തിലുണ്ടായിരുന്നത്, ഹിജ്റ 40 വരെ. استشهد على يد عبد الرحمن بن ملجم بأثر مؤامرة الخوارج في مسجد الكوفة عام 40. അലി റളിയല്ലാഹു അൻഹു രക്തസാക്ഷിത്വം വഹിക്കുന്നുണ്ട്. ഹിജ്റ 40-ല് കൂഫ പള്ളിയിൽ വെച്ച് ഖവാരിജികൾ ആസൂത്രണം ചെയ്ത് കൊലപ്പെടുത്തുകയായിരുന്നു. അലി റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തിയത് അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം എന്ന ഒരാളായിരുന്നു. كان وارث الرسول في الأدب والبلاغة والعلم بلا خلاف وأخطب المسلمين. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാരിസ്, അനന്തരാവകാശിയാണ്. ഏതർത്ഥത്തിൽ? ഫിൽ അദബ്, സാഹിത്യത്തിൽ, വൽ ബലാഗ, അലങ്കാരിക പ്രയോഗങ്ങളിൽ, വൽ ഇൽം, വിജ്ഞാനത്തിൽ, ഇതിലൊക്കെ ബിലാ ഖിലാഫ്, തർക്കങ്ങളില്ല ആ വിഷയത്തിൽ. വഅഖ്തബുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽ ഏറ്റവും ഉഗ്രപ്രഭാഷകൻ, പ്രസംഗകലയിലെ കുലപതിയായ ആളാണ് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. ആ വിഷയത്തിൽ ഒരു തർക്കവുമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 2021 HSA-ല്
ചോദിച്ച ഒരു ചോദ്യമാണ്. നഹ്ജുൽ ബലാഗ എന്ന ഗ്രന്ഥവുമായി ബന്ധപ്പെട്ട് ജുമഅത്ത് ഖുത്ബ ഇമാം അലി റസായിലുഹു വൽ ഹുക്ം വൽ മവാഇൽ കിതാബ് സുമ്മി ബി നഹ്ജുൽ ബലാഗ ജമാഅഹു അഷ്ശരീഫ് റിള. ഷരീഫ് റിള എഴുതിയ നഹ്ജുൽ ബലാഗ എന്ന ഗ്രന്ഥം അത് അലി റളിയല്ലാഹു അൻഹുവിന്റെ ഖുത്ബ പ്രസംഗങ്ങളും റസായിൽ സന്ദേശങ്ങളും ഹിക്കം ഉപദേശങ്ങളും മവാഇൽ ഉപദേശങ്ങളും അതുപോലെ തത്വങ്ങളും ഒക്കെ അടങ്ങിയ ഒരു ഗ്രന്ഥമാണ്. അപ്പോൾ അത് എഴുതിയിരിക്കുന്ന ഷരീഫ് റിളയാണ്. എഴുതുക എന്നതിനപ്പുറം ജമഅ ക്രോഡീകരിക്കുകയാണ് ചെയ്തത്. ഇമാം അലി അല്ലെങ്കിൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ പ്രസംഗങ്ങള്, റസായിലുകള്, ഹിക്കമുകള്, മവാഇലുകൾ ഇതൊക്കെ ഉൾപ്പെട്ടതാണ് ആ നഹ്ജുൽ ബലാഗ എന്ന ഗ്രന്ഥം. ഇത് ഷരീഫ് റിളയാണ് എഴുതിയിട്ടുള്ളത്. ശുക്രൻ ലക്കും ബിഹുസ്നി ഇസ്തിമാഇ.